മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കൊല്ലം പുനലൂർ പവർ ഹൗസ് വാർഡിൽ തുടർച്ചയായി വവ്വാലുകൾ ചത്തുവീഴുന്നതിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ചത്ത വവ്വാലുകളെ ശേഖരിച്ച ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ ഫലം നിർണായകമാകും. പുനലൂർ പവർ ഹൗസ് വാർഡിൽ അഡ്വക്കേറ്റ് രാമചന്ദ്രൻ നായരുടെ വീടിന് സമീപത്തുള്ള മരത്തിൽ നിന്നാണ് നിരന്തരമായി വവ്വാലുകൾ ചത്തുവീഴുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി മുൻപെങ്ങുമില്ലാത്ത വിധം വവ്വാലുകൾ ചത്തുവീഴുകയാണ്. സംഭവത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളെ വിവരമറിയിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് പരിശോധന നടത്തുകയും ചത്ത വവ്വാലുകളെ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പരിശോധനാഫലം എന്താണെന്ന് ഇതുവരെ നാട്ടുകാർ അറിഞ്ഞിട്ടില്ല. കുറെ ദിവസം കഴിഞ്ഞ് നമ്മൾ കണ്ട് പടിഞ്ഞാറ് വശത്തൊരു വവ്വാല് ചത്ത് കിടപ്പുണ്ടായിരുന്നു. അതിനുശേഷം മെനഞ്ഞാന്ന് അതും ഇതുപോലെ പടിഞ്ഞാറ് വശത്ത് ഇപ്പുറത്തോട്ട് മാറി ചത്ത് കിടന്നു. ഇന്ന് രാവിലെയും അത് അവശ്യ നിലയിലാണ്, ചത്തിട്ടില്ല, പക്ഷെ അതിങ്ങനെ അവശ്യ നിലയിൽ വന്ന് കിടപ്പുണ്ട്. ഞായറാഴ്ച ഇതേപോലെ ഒരെണ്ണം ഇങ്ങനെ ചത്ത് കിടന്നായിരുന്നു. അതിനെ കുഴിച്ചിട്ട് ഇന്ന് രാവിലെ ഒരു 7:30 ആയപ്പോ അവിടെ ഒരു കമ്പിയുടെ താഴെ ആയിട്ട് ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു ഒരു സാധനം. വിവിധ വകുപ്പുകളിൽ നിന്ന് നിലവിലെ സാഹചര്യം ജില്ലാ സർവൈലൻസ് ഓഫീസറെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ കൗൺസിലർ ജയപ്രകാശ് വ്യക്തമാക്കി. ജില്ലാ വെറ്റിനറി ഓഫീസറെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും എല്ലാം ഈ വിവരം അറിയിച്ചു. ജില്ലാ സർവൈലൻസ് ടീം ഈ വിഷയത്തിൽ ബന്ധപ്പെടുകയും അവർ ആവശ്യമായ നടപടികളും ക്രമീകരണങ്ങളും എല്ലാം അവർ പരിശോധനാ വിധേയമാക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വവ്വാലുകൾ വീഴുന്നതെന്നും വവ്വാലുകൾ പിടച്ച് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ചത്തുപോവുകയും ചെയ്യുന്ന സാഹചര്യം എന്താണ് എന്ന് പരിശോധന വിധേയമാക്കുക, അന്വേഷണ വിധേയമാക്കുക. നാട്ടുകാരുടെ ആശങ്കയകറ്റാൻ പരിശോധനാഫലം മാധ്യമങ്ങളിലൂടെ ഉത്തരവാദിത്തപ്പെട്ടവർ വ്യക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കൊല്ലം.